കേരളത്തിന്റെ കമലഹാസൻ ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ശ്രീ വിവേക് ഗോബ്രോയ് പറഞ്ഞതുപോലെ അത് നമ്മളുടെ സ്വന്തം പൃഥ്വിരാജാണ്. എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനോട് ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഇത്ര ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാകുക? അത് പൃഥ്വിരാജിന് വളരെ സ്ട്രോങ് ആയ എന്നാൽ നന്മയുള്ള സ്റ്റാൻഡുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് കൊണ്ടാണ്. ലക്ഷദ്വീപ് വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും അദ്ദേഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പല നിലപാടുകളും എടുത്തു. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ അല്ലെങ്കിൽ 15 വർഷങ്ങളിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രതിഭയുള്ള താരമാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ കമലഹാസൻ എന്ന് സംശയഭേദമന്യേ വിളിക്കാൻ കഴിയുന്നത്. ഹിന്ദിയിൽ ഐശ്വര്യ റായിയുടെ നായകനായിട്ടും തമിഴിൽ ആണ് അഭിനയിച്ചത്. തമിഴ് അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള ഐശ്വര്യ റായിയുടെ തമിഴ് സിനിമയിലെ നായകനായിട്ടും തമിഴ് സിനിമയിൽ ചെയ്തപ്പോൾ പിന്നെ റാണി മുഖർജിയുടെ നായകനായിട്ട് ഹിന്ദിയിലെ താരങ്ങൾക്കൊപ്പം അക്ഷയ് കുമാറിന്റെ സിനിമയിൽ വില്ലനായി. ആലോചിച്ച് നോക്കുക, അക്ഷയ് കുമാറിന്റെയും നമ്മുടെ ജാക്കി ഷ്രോഫിന്റെ മകൻ ടൈഗർ ഷ്രോഫിന്റെ മകന്റെ സിനിമയിൽ വില്ലനായിട്ടും മെയിൻ വില്ലനായിട്ടും ഒക്കെ അഭിനയിക്കാൻ കഴിയുന്നത് പൃഥ്വിരാജിന്റെ മിടുക്കാണ്. നമ്മുടെ കേരള സിനിമയുടെ ലോക ബ്രാൻഡ് അംബാസിഡറാണ് പൃഥ്വിരാജിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ ഏറ്റവും മികച്ച കലാകാരന്മാരിലൊന്നായ ശ്രീ സുകുമാരനും ശ്രീമതി മല്ലിക സുകുമാരനും ജനിച്ച ലൂസിഫർ എടുക്കുന്ന എമ്പുരാൻ എടുക്കുന്ന പൃഥ്വിരാജിനെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം പലപ്പോഴും ഈ തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടുകളോട് പൃഥ്വിരാജ് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ്. അവർ മുമ്പോട്ട് വെക്കുന്ന ആശയധാരയെ എതിർക്കുന്നതുകൊണ്ടാണ്. അതിനെ രാഷ്ട്രീയമായി എതിർക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിനെ പലപ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ പൃഥ്വിരാജിന്റെ അച്ഛനും അമ്മയ്ക്കും അടക്കം പറഞ്ഞാണ് പലരും എതിർക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും മറക്കരുത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സഖാവ് കൃഷ്ണപിള്ള വളരെ കൗതുകമുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ പല ജാതി സമുദായങ്ങൾക്കും അമ്പലത്തിൽ കയറാൻ കഴിയാത്ത സഖാവ് പറയുന്നത്, നല്ല നായർ അമ്പലത്തിലെ മണിയടിക്കും, എന്നാൽ ചീത്ത നായർ ആ അല്ലെങ്കിൽ ആ മണി അടിക്കുന്നവന്റെ പുറത്തടിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ലൂസിഫർ സിനിമയുടെ കഥയും അങ്ങനെ ഒരു ഒറ്റ വരിയിൽ പറയാൻ കഴിയും. ചീത്ത നായർ മുസ്ലിമിനെ അടിക്കും, നല്ല നായർ മുസ്ലിമിന് വേണ്ടി തിരിച്ചടിക്കും. അതാണ് എമ്പുരാന്റെ കഥ. കുറച്ചുകൂടെ വികസിപ്പിച്ച് പറഞ്ഞാൽ നായർ ഈഴവ അടങ്ങുന്ന വിശാല ഹിന്ദു സമൂഹത്തെ ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ ഈ ചീത്ത ഹിന്ദു മുസ്ലിമിനെ അടിക്കും, നല്ല ഹിന്ദു മുസ്ലിമിന് വേണ്ടി തിരിച്ചടിക്കും. അതാണ് എമ്പുരാന്റെ കഥയുടെ രത്നചുരുക്കമായി നമുക്ക് പറയാൻ കഴിയും. അതിൽ ആ ഡയലോഗ് തന്നെയുണ്ട്. ആ ഡയലോഗ് അത്ര എക്സ്പ്ലിസിറ്റ്ലി അല്ലെങ്കിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് തന്നെയുണ്ട്. നിന്റെ പ്രതികാരം നിന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടേതുമായി തീരുന്നുവെന്ന്. അപ്പം പൃഥ്വിരാജിനെ ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ മുരളി ഗോപിയുടെ നമ്മുടെ ഭരത് ഗോപിയുടെ മകൻ ശ്രീ മുരളി ഗോപിയെ ഇഷ്ടമല്ലാത്തത് ഇവർ ഈ തീവ്ര വലതുപക്ഷ വിരുദ്ധ നിലപാടെടുക്കുന്നതുകൊണ്ടാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ വലതുപക്ഷ വിരോധത്തെ രാഷ്ട്രീയപരമായി നേരിടുന്നതിന് പകരം അദ്ദേഹത്തെ മോശം പറഞ്ഞ് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര മോശം ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉളുപ്പില്ലാതെ കള്ളം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നത് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഐസിസ് ബന്ധമുള്ള ഒരാളുടെ വീടിന്റെ ആളായ മല്ലിക സുകുമാരനാണോ നമ്മുടെ നരേന്ദ്രമോദിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തത് കഴിഞ്ഞ ഇലക്ഷൻ? ഇതൊന്നുമില്ല. പൃഥ്വിരാജിനോട് അസൂയയും ദേഷ്യവും ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒന്നാണ്. ആ പൃഥ്വിരാജിനെ സെലിബ്രേറ്റ് ചെയ്യാനും മറ്റും നമുക്കാകട്ടെ. അദ്ദേഹത്തിന് 1-2 വിഷയങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പറഞ്ഞ് പരിഹരിച്ച് നമ്മുടെ നാടിന്റെ മഹത്വമാണ് പൃഥ്വിരാജ് എന്ന തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഞാൻ എന്തായാലും പൃഥ്വിരാജിന്റെ വലിയൊരു ഫാനാണ്. അത് എമ്പുരാൻ കാരണമല്ല, ഒരുപാട് കാലമായി പൃഥ്വിരാജിനെ വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന രീതിയിൽ ഈ നാടിന്റെ ഏറ്റവും വലിയ താരങ്ങളിലും നല്ല മനുഷ്യരിലും ഒന്നാണ് പൃഥ്വിരാജ് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരും. എല്ലാ സ്ഥലത്തു നിന്നും പുള്ളിക്ക് ആക്രമണങ്ങളും നേരിടാറുണ്ട്. പക്ഷേ ആ പൃഥ്വിരാജ് കേരളത്തിന്റെ അഭിമാനമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ.